ഹായ് വെൽക്കം ബാക്ക് ടു മൈ മിനി വ്ളോഗ്. ദിസ് ഈസ് ഡേ നമ്പർ 2 അത്താണിയിലെ രണ്ടാമത്തെ ദിവസം, അതായത് ആദ്യത്തെ സുപ്രഭാതം. തെങ്ങും മലയും ബിൽഡിങ്ങും അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളും കണ്ട് കുറച്ചേറെ നേരം ഞാൻ അങ്ങ് ബാൽക്കണിയിൽ നിന്നു. പിന്നെ പെട്ടെന്ന് കുളിച്ച് മുഖമൊക്കെ കഴുകി റെഡിയായി ഭക്ഷണം കഴിക്കാൻ ചെല്ലണം. ഭക്ഷണം കഴിച്ചിട്ട് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരുങ്ങിയിട്ട് വെറുതെ വേസ്റ്റായി പോകത്തില്ല. ആലു പൊറോട്ടയും കട്ടത്തൈരും പിന്നെ അല്ലറച്ചില്ലറ പലഹാരങ്ങളും ഒരു മാംഗോ ജ്യൂസും കൂടെ കുടിച്ച് നേരെ ഞാൻ ഒരുങ്ങാൻ കയറി. ആൻഡ് ദിസ് ഈസ് മൈ ഒരുക്കം. ഇതിനെ ഒരുക്കം എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റേതായിട്ടുള്ള രീതിയിൽ കലാപ്രകടനമാണ് മുഖത്ത് കാഴ്ചവെക്കുന്നത്. അതിൽ കൺപുരികം എഴുത്ത്, കണ്ണെഴുത്ത്, പിന്നെ ലിപ് ബാം ഇട്ടിട്ട് ചുണ്ട് ലിപ് ലൈനർ ഇട്ട് വര. അങ്ങനെ ഏറ്റവും വലിയ പ്രശ്നം കണ്ണെഴുതുന്നതാണ് കേട്ടോ. ഞാൻ കണ്ണെഴുതി ഒന്ന് സെറ്റായി വരുമ്പം പിന്നെ എനിക്ക് ബ്രേക്ക് എടുക്കാൻ തോന്നും, അതായത് കണ്ണെഴുതാതിരിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ കുറച്ചേറെ നാൾ കണ്ണെഴുതാതെ ഇരുന്നിട്ട് വീണ്ടും എനിക്ക് കണ്ണെഴുതാൻ പൂതി തോന്നുമ്പോൾ ഞാൻ കണ്ണെഴുതും. അപ്പോഴത്തേനും എന്താ പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് പ്രശ്നം. ഒന്ന് എഴുതി കിട്ടി വരാൻ വലിയ പാടാണ്. പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അടുത്ത വര എൻ്റെ ചുണ്ടിലോട്ടാണ്. ചുണ്ടിൽ വര ഇട്ടിട്ട്, അതായത് ലിബാം ആദ്യം ഇട്ട് ചുണ്ടിലിങ്ങനെ വരയിടുമ്പോഴത്തേനും നല്ല രസമാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് ഒക്കെ ഇടാം. ഞാൻ മാസിൻ്റെയാണ് യൂസ് ചെയ്തത്. അതും മൈൽഡായിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേനും നല്ല ഒരു ഡെഫിനിഷൻ ഉണ്ടാവും നമ്മുടെ ചുണ്ടിന് എന്നൊക്കെയാണ് എൻ്റെ ഒരു വിചാരം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരുക്കം എന്ന് പറയുന്നത്. എൻ്റെ മേക്കപ്പ് ഇതാണ്, എൻ്റെ പീക്ക് മേക്കപ്പ്. ഇത്രയേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ 2 ലിപ്സ്റ്റിക്കും കൂടെ മാസിൻ്റെ ചേർത്തിട്ടാണ് ഞാൻ ഇടുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കങ്ങനെ ഇട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. പിന്നെ എന്നോട് തന്നെ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നേരെ അക്കാഡമിയിൽ പോയി. പിന്നെ തിരിച്ച് ഞാൻ ബാലനൊക്കെ കണ്ടു. ബാലൻ കണ്ട് ഞാൻ കണ്ണ് നിറഞ്ഞ് ഒഴുകി. അങ്ങനെ കരഞ്ഞ് മെഴുകിയ എൻ്റെ ഈ മോന്ത കാണിച്ചുകൊണ്ട് ഞാനെൻ്റെ മിനി വ്ളോഗ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബാലൻ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം.